ഓക്കെ, അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. നിങ്ങൾ വരുമ്പോൾ ശരിക്കും പാട്ടിലൂടെയാണ് തുടങ്ങേണ്ടത്. എന്നാലും ഞാൻ കുറച്ച് വിശേഷങ്ങളൊക്കെ ആദ്യം ചോദിക്കാം. ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ഒരു സംഗീത പാരമ്പര്യമുണ്ട് അല്ലേ? ഇപ്പോൾ വീട്ടിലെ ആളുകളുടെ ആ കുഞ്ഞിലെ മുതൽ കേൾക്കുന്ന പാട്ടുകൾ, കീർത്തനങ്ങൾ, അങ്ങനെയൊക്കെയാണോ ഈ ഒരു ഇഷ്ടം വന്നത്? അതെ അതെ. അച്ഛനാണ് അതിനൊരു കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലേ? എങ്ങനെയായിരുന്നു കുട്ടിക്കാലത്ത്? അച്ഛൻ കർണാട്ടിക് മ്യൂസീഷ്യനാണ്. ആ, സ്കൂൾ ടീച്ചറായിരുന്നു, മ്യൂസിക് ഓ ടീച്ചറായിരുന്നു. അത് ശരി. ആ, ഞാൻ വൈക്കം എന്ന് പറയുന്ന സ്ഥലം ഒരു മ്യൂസിക്കിന് ഒരുപാട് പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് ആർട്ടിസ്റ്റ്മാരും പുറത്തേക്ക് പോകുമ്പോൾ അമ്പലത്തിലൊക്കെ പോകുന്നവരാണെങ്കിലും ഈ മ്യൂസിക് കോളേജിലൊക്കെ പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ കാണുമ്പോഴുള്ള ഡിസ്കഷൻസ് ഒക്കെ ഈ മ്യൂസിക് റിലേറ്റഡ് ആയിരിക്കും. സിനിമയാണെങ്കിലും അല്ലെങ്കിൽ കർണാട്ടിക് ആണെങ്കിലും ഒക്കെ അങ്ങനെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അച്ഛൻ്റെ അടുത്ത് കുട്ടികൾ ഒരുപാട് പേര് പഠിക്കാൻ വരുമായിരുന്നു. അപ്പം അതൊക്കെ കേട്ട് കൂടെ ഇരുന്ന് ഞാൻ മാത്രമായിട്ട് പഠിക്കലല്ല ഉണ്ടായിട്ടുള്ളത്. അവരുടെ കൂടെ ആരാ അവിടെ ചിലപ്പം വർണ്ണം ആയിരിക്കും, ചിലപ്പോൾ ഗീത ഏതെങ്കിലും അവർ കൂടെ ഇരുന്ന് ഒരു സീരിയസ്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഏത് വയസ്സിലാണ് കച്ചേരിയൊക്കെ നടത്തിയിട്ടുണ്ടോ? ഇല്ല, കച്ചേരി അങ്ങനെ നടത്തിയിട്ടില്ല. മൃദുലയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മൃദുല ഇങ്ങനെ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏത് ചാനൽ റിയാലിറ്റി ഷോ ഉണ്ടെങ്കിലും അവിടേക്ക് ഓടിപ്പോ. ഈ അമൃതയുടെ ആ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതിന് ശേഷം പിന്നെ ഒരുപാട് നാളിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഗസ്റ്റ് ആയിട്ട് അമൃതയിൽ വരുന്നത്. അല്ല, ഞാൻ വന്നിട്ടുണ്ട്. ജോത്സ്ന ചേച്ചിയുടെ വന്നിട്ടുണ്ട്. സോ എന്താണ് ഇവിടുത്തെ ഒരു റിയാലിറ്റി ഷോ എന്ന് കിട്ടിയ ഒരു നല്ലൊരു ലെസൺ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കുന്ന ഒരു ഓർമ്മ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് സിംഗിങ്ങിലാണെങ്കിലും എൻ്റെ പെർഫോമൻസ് ആസ്പെക്റ്റിലാണെങ്കിലും ഒരുപാട് ഇൻഹിബിഷൻസ് ഉണ്ടായിരുന്നു. പെർഫോം ചെയ്യുകയാണെങ്കിലും ഡാൻസ് ചെയ്ത് പാടുക, ഇൻട്രാക്ട് ചെയ്ത് ഡാൻസ് ചെയ്യുന്നതിലും ഉപരി ഓഡിയൻസായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, അങ്ങനത്തെ ആസ്പെക്റ്റിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഈ ഒരു ഫ്ലോറിൽ കൂടെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. മനസ്സിലായി. ആൻഡ് ആ റിയാലിറ്റി ഷോ കഴിഞ്ഞ ഉടനെ തന്നെ ജീവിതത്തിൽ വന്നൊരു മാറ്റം എന്താണ്? അമൃതയുടെ റിയാലിറ്റി ഷോ അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് എൻ്റെ ഡെബ്യൂ മൂവി അൽഫോൺസ് സാറിന് വേണ്ടിയിട്ടായിരുന്നു, ബിഗ് ബി. അതിലാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്. പിന്നെ അൽഫോൺസ് സാറിനെയും ദീപക് സാറിനെയും ബാലസാറിനെയും എല്ലാവരും പരിചയപ്പെടാൻ പറ്റി. വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് കരുതാണ്. ആൻഡ് ഇപ്പൊ നിങ്ങൾ അന്ന് അമൃതയിൽ ഉണ്ടായിരുന്ന കുറെ സിംഗേഴ്സ് എല്ലാവരും ചേർന്നിട്ട് ഗോൾ ആ മൂവിയില് ഇവര് പാടി അങ്ങ് അഭിനയിച്ചു. അപ്പൊ മൃദുല ആ സമയത്ത് ഭയങ്കര ഡാൻസ് ചെയ്യുന്നു, ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള എക്സ്പ്രഷൻ ഒക്കെ ഇടുന്നു. അപ്പൊ ഒരു അഭിനേത്രി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ചെയ്തു പോയതാണ്. അതെങ്ങനെയാണ് സംഭവിച്ചു പോയത്? എങ്ങനെയോ സംഭവിച്ചു. സോ എന്നാലും ഇങ്ങനെ ഒരു അവസരം വന്നു, നിങ്ങൾ എല്ലാവരും ആ ഒരു ഗ്യാങ് ചേർന്നിട്ട് ഇങ്ങനെ ഒരു സിനിമയിൽ പാടാൻ പോയി. അതിൽ ആ സോങ് സീക്വൻസിന്റെ എന്തെങ്കിലും ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഒക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്യാൻ? 5 ദിവസമായിരുന്നു ഷൂട്ട്. നല്ല രസമായിരുന്നു. നമ്മളൊരു ഷൂട്ടിന് പോയ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. നമ്മള് എന്തൊരു പിക്നിക്കിനോ ട്രിപ്പ് പോയൊരു ഫീലായിരുന്നു. നല്ല രസമായിരുന്നു. ആ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോൾ ചേട്ടനും അതിലൊരു നല്ലൊരു പാട്ട് പാടിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ആ സിനിമയുടെ ഭാഗമാണ്. അപ്പോൾ പെട്ടെന്ന് ആ സിനിമയിലെ ആ ചേട്ടൻ ഡ്യുവറ്റ് പാടിയ പാട്ട് നമുക്ക് വേണ്ടിയിട്ട് പാടാൻ പറഞ്ഞാൽ തെറ്റായി പോകുമോ? ഇല്ല, വളരെയധികം ശരിയായ തീരുമാനമായിരിക്കും. പക്ഷെ മൃദുലയും കൂടി ജോയിൻ ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, യെസ്. എന്താണെന്നോടൊന്നും ചോദിക്കല്ലേ മറ്റാരും കാണാതെന്നോടെന്തോ മെല്ലെ ചൊല്ലാനില്ലേ നിന്നെ കാണും നേരത്തേതോ മോഹം താനേ ചൂളം മൂളുന്നോ പറയൂ അതിലുള്ള രസം അറിയില്ല പറഞ്ഞു തരാൻ ഇടനെഞ്ചിലിതെന്തു സുഖം ഇളമഞ്ഞു പൊതിഞ്ഞതുപോൽ എന്താണെന്നോടൊന്നും ചോദിക്കല്ലേ മറ്റാരും കാണാതെന്നോടെന്തോ മെല്ലെ ചൊല്ലാനില്ലേ നിന്നെ കാണും നേരത്തേതോ മോഹം താനേ ചൂളം മൂളുന്നോ പറയൂ അതിലുള്ള രസം അറിയില്ല പറഞ്ഞു തരാൻ ഇടനെഞ്ചിനിതെന്തു സുഖം ഇളമഞ്ഞു പൊതിഞ്ഞതുപോ കനവിലുണരും അലസമലസം നിൻ കളമൊഴിയോ നിൻ കരളിലൊഴുകും കളിച്ചിരികളിൽ എൻ മറുമൊഴിയോ മൊഴിമുട്ടുകളെ മലരാവുകയോ
മിഴികളെ മധുചൂടുകയോ ഈ നേരം വന്നാൽ ഉള്ളിനുള്ളിൽ ഞാനാണോ എന്താണെന്നോടൊന്നും ചോദിക്കല്ലേ ചോദിക്കല്ലേ മറ്റാരും കാണാതെ എന്നോടെന്തോ മെല്ലെ ചൊല്ലാനില്ലേ നിന്നെ കാണും നേരത്തേതോ മോഹം താനേ ചൂളം മൂളുന്നോ പറയൂ അതിലുള്ള രസം അറിയില്ല പറഞ്ഞു തരാ ഇടനെഞ്ചിനിതെന്തു സുഖം ഇളമഞ്ഞു പൊതിഞ്ഞതുപോ സൂപ്പർ. നല്ലൊരു ക്യൂട്ട് സോങ് ആയിരുന്നു. അത് നിങ്ങൾ നല്ല ക്യൂട്ടായിട്ട് പാടുകയും ചെയ്തു. ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഈ ഒരു പാട്ട് എനിക്ക് തോന്നുന്നു കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ, ആ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഭയങ്കര ഒരു ഹിറ്റായിരുന്ന ഒരു പാട്ടാണ്. അപ്പം അത് ചേട്ടൻ നേരിട്ട്, ടി വിയിൽ മാത്രമാണ് ഞങ്ങളത് കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പം നേരിട്ട് ചേട്ടൻ ഇങ്ങനെ ഇരുന്ന് അടുത്തിരുന്ന് പാടുമ്പോൾ ഒരു സന്തോഷം. ആൻഡ് താങ്ക് യു സോ മച്ച് മൃദുല. ഈ ഒരു പാട്ടിന് ശേഷമാണ് മീശ മാധവൻ സിനിമ ഇറങ്ങിയത് അല്ലേ? വിശ്വനാഥൻ ഇതിന് ഇതിനു മുമ്പാണ്. അപ്പൊ ചേട്ടന്റെ ഒരു കരിയറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ച ഒരു പാട്ട്, കരിയർ ബ്രേക്ക് എന്നൊക്കെ പറയാനായിട്ട് മീശ മാധവനിലെ കരിമിഴി കുരുവിയാണ്. കരിമിഴി കുരുവിയെ ഹിറ്റായ പോലെ തന്നെ അതിൽ ഓരോ പാട്ടുകളും ഹിറ്റായിട്ടുണ്ടായിരുന്നു. അപ്പം ഈ സിനിമ റിലീസ് ചെയ്ത അന്ന് തന്നെ, പാട്ട് അതിന് മുൻപ് റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ സിനിമ റിലീസ് ചെയ്ത അന്ന് നിങ്ങൾ ഫാമിലി ആയിട്ട് പോയി സിനിമ കാണുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് എവിടെ ഉണ്ടായിരുന്നു ആള്? ആക്ച്വലി ഞാൻ അന്ന് ചെന്നൈയിലായിരുന്നു. അപ്പൊ റിലീസ് നാട്ടിലാണല്ലോ. അതെ. ഇപ്പം എനിക്ക് ഈ ഒരു സിനിമ പാടി എന്നുള്ളതല്ലാതെ അത് എത്രത്തോളം ഹിറ്റായി എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് എനിക്കത് പ്രത്യേകിച്ച് അതിൻ്റെ അടുത്ത് ഇപ്പം ദാസേട്ടൻ പാടിക്കണോ, ശങ്കർജി പാടിയേക്കണോ, അല്ലേ, ഒരു ശ്രീമാരേട്ടൻ പാടിക്കണം. അപ്പോൾ എല്ലാ മഹാരഥന്മാരും പാടിയ ഒരു സിനിമയിൽ എൻ്റെ പാട്ടിന് അത്രയും ഒരു പ്രാധാന്യം കിട്ടുന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. മൃദുല ഈ സോങ് ഏതെങ്കിലും വേദികളിലൊക്കെ പാടിയിട്ടുണ്ടോ? അയ്യോ, എനിക്ക് ഈ സോങ്ങിനെ പറ്റി ഒരുമിച്ച് പാടിയിട്ടുണ്ട്. പാടിയിട്ടുണ്ട്. മൃദുലയ്ക്ക് എന്താ ഓർമ്മ ഉള്ളത് ഈ പാട്ടിനെ കുറിച്ച്? അങ്ങനെയല്ല, ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഇത് ഇറങ്ങണത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഫ്രഷ് വോയിസ്, ചേട്ടൻ്റെ ആദ്യത്തെ ഹിറ്റാണല്ലോ, അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളൊരു വോയിസ് ദാസ് സാറിൻ്റെയും MG സാറിൻ്റെയും കത്തി നിൽക്കുന്ന സമയത്താണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു വോയിസ് സുജാ ചേച്ചിയുടെ കൂടെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോൾ ഞാനും ഒക്കെ ഒരുപാട് സ്റ്റേജിൽ പാടിയിട്ടുണ്ട് ചേട്ടൻ്റെ കൂടെ പാടുന്നതിന് മുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ ഒറിജിനൽ സിംഗറിൻ്റെ കൂടെ തന്നെ പാടാനും ഭാഗ്യം കിട്ടി. ശരി, അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ പാട്ട്, അതായത് ഒരാൾ പാടി പിന്നെ മൃദുലയ്ക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമായ സ്ഥിതിക്ക് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഡുവറ്റ് പാടാതെ പോകുന്നത് ഒട്ടും ഉചിതമല്ല. ഓക്കെ. ആനച്ചന്തം പൊന്നാമ്പൽ ചമയം നിന്നാണ് ചിമിഴിൽ കണ്ടീല കാണാക്കടവിൽ പൊന്നൂഞ്ഞാൽ പടിയിൽ നിന്നോട് ചിന്തും കേട്ടീല ഓ കളപ്പുരക്കോലയിൽ നീ കാത്തു നിന്നീല മരക്കുടക്കോണിൽ മെല്ലെ നീയൊളിച്ചീല പാട്ടൊന്നും പാടിയില്ല പാൽ തുള്ളി പെയ്തില പാട്ടൊന്നും പാടിയില്ല പാൽ തുള്ളി പെയ്തില നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല 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 നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല കരിമിഴിക്കുരുവിയെ കണ്ടീല നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടീല നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല കാവിൽ വന്നീലാരാ പൂരം കണ്ടീല മായ കൈകൊട്ടും മേളവും കേട്ടീല കരിമിഴിക്കുരുവിയെ കണ്ടീല നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടീല നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല